ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സംസ്ഥാന സിവിൽ സർവീസ് കേരള ഭരണ സംവിധാനം എന്ന പാഠഭാഗത്തിലെ സംസ്ഥാന സിവിൽ സർവീസ് പാർട്ട് 1. ഓക്കെ. ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് സംസ്ഥാന ഭരണ സംവിധാനം. ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ, അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദം, സംസ്ഥാന ഭരണ സംവിധാനം. പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? സിവിൽ സർവീസുകാരെയാണ്. പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സിവിൽ സർവീസ്. എക്സിക്യൂട്ടീവിന്റെ ഭാഗമായ മന്ത്രിമാർ താൽക്കാലികവും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എക്സിക്യൂട്ടീവിന്റെ സ്ഥിരം ഭാഗവുമാണ്. മന്ത്രിസഭയുടെ തീരുമാനങ്ങളും നയങ്ങളും നടപ്പിലാക്കുന്നത് ആരാണ്? സിവിൽ സർവീസിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തെ ബ്യൂറോക്രസി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ബ്യൂറോക്രസിയുടെ സംഘടനാ രൂപം എന്ന നിലയിലുള്ള സ്വഭാവ വിശേഷങ്ങളെ നിയമരൂപത്തിൽ ആവിഷ്കരിച്ച ജർമ്മൻ സാമൂഹിക ശാസ്ത്രജ്ഞൻ ആരാണ്? മാക്സ് വെബർ ആണ്. മാക്സ് വെബർ ബ്യൂറോക്രസിയുടെ സംഘടനാ രൂപം എന്ന നിലയിലുള്ള സ്വഭാവ വിശേഷണങ്ങളെ നിയമരൂപത്തിൽ ആവിഷ്കരിച്ച ജർമ്മൻ സാമൂഹിക ശാസ്ത്രജ്ഞൻ മാക്സ് വെബർ. വെബേഴ്സ് ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി എന്തൊക്കെയാണ്? 6 സ്പെഷ്യലൈസേഷനും തൊഴിൽ വിഭജനവും, ശ്രേണീപരമായ നിർവചിക്കപ്പെട്ടിരിക്കുന്ന അധികാരം, വ്യക്തിഗതമല്ലാത്ത രീതി, ഇംപേഴ്സണൽ നേച്ചർ, നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രാഥമികത, മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള റിക്രൂട്ട്മെന്റും പ്രൊമോഷനുകളും, കരിയർ സേവനത്തിന്റെ വികസനം. ഓക്കെ. സ്പെഷ്യലൈസേഷനും തൊഴിൽ വിഭജനവും, ശ്രേണിപരമായ നിർവചിക്കപ്പെട്ടിരിക്കുന്ന അധികാരം, വ്യക്തിഗതമല്ലാത്ത രീതി, ഇംപേഴ്സണൽ നേച്ചർ, നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രാഥമികത, മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള റിക്രൂട്ട്മെന്റും പ്രൊമോഷനുകളും, കരിയർ സേവനത്തിന്റെ വികസനം. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഘടനാപരമായ സവിശേഷതകളുണ്ട്, പ്രവർത്തനപരമായ സവിശേഷതകളുണ്ട്. ഘടനാപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? ശ്രേണീപരമായ സംഘാടനം, അതുപോലെ സ്ഥിരത, പെർമനൻസ്, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, അതുപോലെ വൈദഗ്ധ്യം, പ്രൊഫഷണലിസം. പ്രവർത്തനപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? പൊതുഭരണ ശൃംഖല ചലനാത്മകമാക്കുക, ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിൽ എത്തിക്കുക, രാജ്യത്തിന്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുക. ഓക്കെ. പൊതുഭരണത്തിന്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കാര്യക്ഷമതമല്ലായ്മ, അഴിമതി, ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്ത അവസ്ഥ. ഓക്കെ. അഴിമതി എന്താണ്? സേവനങ്ങൾ വൈകി നൽകരുത്, സേവനം ലഭിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത്. അഴിമതി സേവനങ്ങൾ വൈകി നൽകുന്നത്, സേവനം ലഭിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത്, സേവനത്തിന് കൈക്കൂലി ആവശ്യപ്പെടുന്നത്, സേവനത്തെ ഔദാര്യമായി കരുതുന്നത്, സ്വജന പക്ഷഭേദം കാട്ടുന്നത്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നത്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്നാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഗവൺമെന്റ്. ആരാണ് പറഞ്ഞത്? എൻ ഗ്ലാഡൻ ആണ്. എൻ ഗ്ലാഡൻ ഇൻട്രൊഡക്ഷൻ ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ബുക്കിലാണ് പറഞ്ഞത്, എൻ ഗ്ലാഡൻ. ഓക്കെ. പൊതുഭരണത്തിന്റെ പിതാവ് ആരാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് വൂഡ്രോ വിൽസൺ ആണ്. വൂഡ്രോ വിൽസൺ. പൊതുഭരണത്തിന്റെ പിതാവ് വൂഡ്രോ വിൽസൺ. ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് ആരാണ്? പോൾ എച്ച് ആപ്പിൾബി ആണ്. ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് പോൾ എച്ച് ആപ്പിൾബി. ആപ്പിൾബിയുടെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം ഏതാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് ഓഫ് എ സർവേ 1953 പ്രസിദ്ധീകരിച്ചു ആപ്പിൾബി. ഓക്കെ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്, ഫാദർ ഓഫ് സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ ആരാണ്? കോൺവാലിസ് പ്രഭു ആണ്. കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് 1861 നിലവിൽ വന്നത് കാനിങ് പ്രഭുവിന്റെ കാലത്താണ്. ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് 1861 നിലവിൽ വന്നത് കാനിങ് പ്രഭുവിന്റെ കാലത്താണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ച ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ ടാഗോർ ആണ്. സത്യേന്ദ്രനാഥ ടാഗോർ. ഓക്കെ. ഇന്ത്യയിലെ ആധുനിക അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. ദേശീയ സിവിൽ സർവീസ് ദിനം എന്നാണ്? ഏപ്രിൽ 21 ആണ്. ഏപ്രിൽ 21. ഇന്ത്യയിലെ ആദ്യ ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ സർദാർ വല്ലഭായ് പട്ടേൽ അഭിസംബോധന ചെയ്തതിന്റെ സ്മരണയ്ക്ക്. ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട
പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരു മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകും എന്ന് സ്വയം ചോദിക്കുക. ഓക്കെ, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഓക്കെ. ക്യാബിനറ്റ് സെക്രട്ടറി പദത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ IAS ഓഫീസർ NR പിള്ളയാണ്. NR പിള്ള. ക്യാബിനറ്റ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ IAS ഓഫീസർ NR പിള്ള. ഓക്കെ. IAS ഓഫീസർക്ക് എത്താനും കഴിയുന്ന ഏറ്റവും ഉയർന്ന പദവി ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. IAS ഓഫീസർക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പദവി ക്യാബിനറ്റ് സെക്രട്ടറി. സിവിൽ സർവീസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം 14, ഭാഗം 14, പാർട്ട് 14, ആർട്ടിക്കിൾ 3082 to 323, ആർട്ടിക്കിൾ 3082 to 323, 309 to 313 സിവിൽ സർവീസ്, 315 to 323 PSC, 309, ആർട്ടിക്കിൾ 309 കേന്ദ്ര സർവീസിനെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാൻ അധികാരം ആർക്കാണ്? പ്രസിഡന്റിനാണ്. അവ ക്രമപ്പെടുത്താൻ അധികാരം ആർക്കാണുള്ളത്? പാർലമെന്റിനാണുള്ളത്. സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാൻ അധികാരം ആർക്ക്? ഗവർണർക്ക്. അവ ക്രമപ്പെടുത്താൻ അധികാരം നിയമസഭയ്ക്ക്. ആർട്ടിക്കിൾ 310 സർവീസ് കാലാവധി തീരുമാനിക്കൽ. കേന്ദ്ര സിവിൽ സർവീസിനെ സംബന്ധിച്ച അധികാരം ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണുള്ളത്. കാലാവധി തീരുമാനിക്കുന്നത് പ്രസിഡന്റ്. സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച സർവീസ് കാലാവധി തീരുമാനിക്കൽ ഗവർണർക്ക്. ആർട്ടിക്കിൾ 311 സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ആർട്ടിക്കിൾ 311 സിവിൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനും തരം താഴ്ത്താനും അധികാരം നിയമാനാധികാരിക്ക് മാത്രം. അനുച്ഛേദം 312 പാർട്ട് 14 അഖിലേന്ത്യാ സർവീസുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ആർട്ടിക്കിൾ 312 പാർട്ട് 14. അനുച്ഛേദം 312(1) അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാനുള്ള അധികാരം പാർലമെന്റിനാണുള്ളത്. രാജ്യസഭയിൽ ഹാജരാകുന്ന അംഗങ്ങളിൽ 2/3 പിന്താങ്ങുന്ന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടാൽ പാർലമെന്റിന് നിയമനിർമ്മാണത്തിലൂടെ പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാം. അനുച്ഛേദം 312 ബ്രാക്കറ്റിൽ 2 ഭരണഘടനയുടെ പ്രാരംഭത്തിലുള്ള IAS IPS എന്നിവയെ പാർലമെന്റ് പാസാക്കിയ ആൾ ഇന്ത്യ സർവീസുകളായി പരിഗണിക്കാം. ഇന്ത്യൻ സിവിൽ സർവീസ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. 3 വിഭാഗങ്ങളാണുള്ളത്. 1 അഖിലേന്ത്യാ സർവീസ് IAS IPS IFOs. 2 കേന്ദ്ര സർവീസ് കേന്ദ്ര തലത്തിലെ ഇതര സർവീസുകൾ. 3 സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിലുള്ള സിവിൽ സർവീസുകൾ. ഇന്ത്യൻ സിവിൽ സർവീസ് അഖിലേന്ത്യാ സർവീസ് 1 ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. 2 കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. 3 IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, IFOs ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇവ അഖിലേന്ത്യാ സർവീസുകളാണ്. കേന്ദ്ര സർവീസ് 1 ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. 2 കേന്ദ്ര ഓഫീസുകളിൽ നിയമിക്കപ്പെടുന്നു. എക്സാമ്പിൾ ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് IAS, ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ് ICAS, ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട് സർവീസ് IRAS, IRPS, IRTS ആൻഡ് ഇന്ത്യൻ റവന്യൂ സർവീസ് IRS. സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിലുള്ള സിവിൽ സർവീസുകൾ. എക്സാമ്പിൾ കേരള സിവിൽ സർവീസ്, തമിഴ്നാട് സിവിൽ സർവീസ്. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് വെബേഴ്സ് ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി? തൊഴിൽ വിഭജനം, വിപുലമായ പേപ്പർ വർക്ക്, ശ്രേണീപരമായി നന്നായി നിർവചിക്കപ്പെട്ട അധികാരം, വ്യക്തിഗതമല്ലാത്ത സ്വഭാവം. ഇതിലേതാണ്? നോക്കാം. വെബേഴ്സിന്റെ നമ്മൾ 6 പഠിച്ചത്. 1 സ്പെഷ്യലൈസേഷനും തൊഴിൽ വിഭജനവും, ശ്രേണീപരമായി നിർവചിക്കപ്പെട്ടിരിക്കുന്ന അധികാരം, വ്യക്തിഗതമല്ലാത്ത രീതി, നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രാഥമികത, മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള റിക്രൂട്ട്മെന്റും പ്രൊമോഷനുകളും, കരിയർ സേവനത്തിന്റെ വികസനം. ഓക്കെ, ഇതിലേതൊക്കെയാണുള്ളത്? തൊഴിൽ വിഭജനം. തൊഴിൽ വിഭജനം ഉണ്ടോ? യെസ്, തൊഴിൽ വിഭജനം ഉണ്ട്. ഇത് ശരിയാണ്. വിപുലമായ പേപ്പർ വർക്ക്,
വിപുലമായ പേപ്പർ വർക്കിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ. ശ്രേണീപരമായി നിർവചിക്കപ്പെട്ടിരിക്കുന്ന അധികാരം. ഓക്കെ, ശരിയാണ്. അടുത്തത് വ്യക്തിഗതമല്ലാത്ത സ്വഭാവം, അതും ശരിയാണ്. അപ്പൊ ഇതില് രണ്ടൊഴികെ ബാക്കിയുള്ള എല്ലാം 1, 2, 4. യെസ്, കറക്റ്റ്. സി ആണ് കറക്റ്റ്. താഴെ പറയുന്നതിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രവർത്തനപരമായ സവിശേഷത ഏത്? പൊതുഭരണ ശൃംഖല ചലനാത്മകമാക്കുക, ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നു, രാജ്യത്തിന്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നു. ഇവയെല്ലാം ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ. ഓക്കെ, ഘടനാപരമായ സവിശേഷതകളുണ്ട്, പ്രവർത്തനപരമായ സവിശേഷതകളുണ്ട്. പൊതു ഭരണ ശൃംഖല ചലനാത്മകമാക്കുക, ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിൽ എത്തിക്കുക, രാജ്യത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുക. ഓക്കെ, ഇവയെല്ലാം ഡി ആണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രവർത്തനപരമായ സവിശേഷത അല്ലാത്തത് ഏത്? ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, വൈദഗ്ധ്യം, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ ചായ്വ്. അല്ലാത്തതാ ചോദിച്ചത്. ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, താഴെ പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടനാ ഭാഗം 14 സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ ഭാഗം 14 ഇന്ത്യൻ ഭരണഘടനാ ഭാഗം 14. നോക്കാം. അനുച്ഛേദം 312 പാർട്ട് 14 അഖിലേന്ത്യാ സർവീസുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓക്കെ, അനുച്ഛേദം 312 1 അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാനുള്ള അധികാരം പാർലമെന്റിന്. രാജ്യസഭയിൽ ഹാജരാകുന്ന അംഗങ്ങളിൽ 2/3 ഭാഗം പിന്താങ്ങുന്ന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടാൽ പാർലമെന്റിന് നിയമനിർമ്മാണത്തിലൂടെ പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാം. അനുച്ഛേദം 312 2 ഭരണഘടനയുടെ പ്രാരംഭത്തിലുള്ള IAS IPS എന്നിവയെ പാർലമെന്റ് പാസാക്കിയ ആൾ ഇന്ത്യ സർവീസുകളായി പരിഗണിക്കാം. ഓക്കെ, അപ്പൊ സിവിൽ സർവീസുകളെ പറ്റി പ്രതിപാദിക്കുന്നു. ശരിയാണ്. പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി പ്രതിപാദിക്കുന്നു. പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി പ്രതിപാദിക്കുന്നു എന്നുള്ളത് അഖിലേന്ത്യാ സർവീസ് അല്ലേ? ഇന്ത്യൻ സിവിൽ സർവീസ്. ഓക്കെ, സംസ്ഥാന സിവിൽ സർവീസ്. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? സിവിൽ സർവീസിന് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ 311 ആണ്. ആർട്ടിക്കിൾ 311 സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ആർട്ടിക്കിൾ 311 സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനും തരം താഴ്ത്താനും അധികാരം നിയമാനാധികാരിക്ക് മാത്രം. ഓക്കെ, ആർട്ടിക്കിൾ 311 ആണ് ഉത്തരം. കേരള സിവിൽ സർവീസിനെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം? കേരള സിവിൽ സർവീസിനെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം? കേരള സിവിൽ സർവീസ്. നോക്കാം. കേരള സിവിൽ സർവീസ് ആർട്ടിക്കിൾ 312 അല്ലേ? ഓൾ ഇന്ത്യ സിവിൽ സർവീസുകൾ സൃഷ്ടിക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓൾ ഇന്ത്യ സർവീസുകൾ ആർട്ടിക്കിൾ 312 1 ആർട്ടിക്കിൾ 312 1. ആർട്ടിക്കിൾ 312 2 ഭരണഘടനയുടെ പ്രാരംഭത്തിലുള്ള IAS IPS എന്നിവയെ പാർലമെന്റ് പാസാക്കിയ ആൾ ഇന്ത്യ സർവീസുകളായി പരിഗണിക്കാമെന്നാണ്. ഓക്കെ, ഇതിലപ്പോ താഴെ പറയുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം 14 സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. സിവിൽ സർവീസുകളെ പറ്റി പ്രതിപാദിക്കുന്നു, പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി പ്രതിപാദിക്കുന്നു. സിവിൽ സർവീസിനെ പറ്റി പ്രതിപാദിക്കുന്നല്ലേ? ഒന്ന് മാത്രം ശരി. ഓക്കെ, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരു മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകും എന്ന് സ്വയം ചോദിക്കുക. ആരുടെ വാക്കുകളാണിത്? ഗാന്ധിജിയുടെ. അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സിവിൽ സർവീസിനെ പറ്റി താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, IAS
IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇവ അഖിലേന്ത്യാ സർവീസുകളാണ്. എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നത്. ഇത് ആരുടെ അഭിപ്രായം? പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നത്. ഇത് ആരുടെ അഭിപ്രായമാണ്? പോൾ എച്ച് ആപ്പിൾബി, ചാണക്യൻ, വൂഡ്രോ വിൽസൺ, എൻ ഗ്ലാഡൻ. വൂഡ്രോ വിൽസൺ അല്ലേ? നോക്കാം. പൊതുഭരണം, ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് പോൾ എച്ച് ആപ്പിൾബി ആണ്. ഓക്കെ. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നത്. എൻ ഗ്ലാഡൻ ആണ്. ഇൻട്രൊഡക്ഷൻ ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ബുക്കിലാണ് പറഞ്ഞത്, എൻ ഗ്ലാഡൻ. ഓക്കെ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ആപ്തവാക്യം യോഗ കർമ്മസു കൗശലം. പ്രൊഫിഷ്യൻസി ഇൻ ആക്ഷൻ ഈസ് യോഗ. യോഗ ഈസ് ദി യൂണിയൻ ഓഫ് യുവർ മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. പ്രവർത്തനത്തിലെ പ്രാവീണ്യം യോഗയാണ്. Thank you so much for listening me. We'll see you next video. Bye.